Remember one thing, prevention is always better than cure. This is the first drug which can delay the onset of type 1 diabetes. നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻറ്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റുമാണ്. പലപ്പോഴും കുട്ടികളിൽ വരുന്ന പ്രമേഹം കുട്ടികളെ ബാധിക്കും. അത് അച്ഛനമ്മമാരെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡയഗ്നോസിസ് ഒരു ചെറിയ ഷോക്കായിട്ടാണ് എപ്പോഴും അവർക്ക് വരുന്നത്. അപ്പോൾ കുട്ടികളിൽ വരുന്ന പ്രമേഹം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ജീവിതകാലം നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതൊരു വലിയ ഒരു മെഡിക്കൽ ചലഞ്ചാണ് പലപ്പോഴും. കാരണം ഇതൊരു 5-10 ദിവസം കൊണ്ട് മാറുന്ന ഒരു സാഹചര്യമല്ല, ജീവിതകാലം നമ്മൾ മരുന്നെടുക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രമേഹം കുട്ടികളിൽ വരാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കൾക്കും കൂടെയുള്ള റിലേറ്റീവ്സിനുമൊക്കെ എടുക്കാവുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ്. ഹൗ ടു പ്രിവെൻറ്റ് ഡയബറ്റീസ് ഇൻ ചിൽഡ്രൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസിനെ കുറിച്ച് സംസാരിക്കാം. എന്ന് വെച്ചാൽ കുട്ടികളിൽ വരുന്ന രീതിയിലുള്ള ചെറുപ്രായം മുതലേ കുട്ടികൾക്ക് വരുന്ന ഒരു ടൈപ്പ് ഡയബറ്റീസാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. നമ്മുടെ ടോട്ടൽ ഡയബറ്റീസിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു 10% ആൾക്കാർക്ക് ഈ കുട്ടികൾക്ക് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിലെപ്പോഴും ഇൻസുലിൻ ആവശ്യമുള്ളൊരു സാഹചര്യമാണ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും ഇതൊരു ജനറ്റിക്കും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെയും ഒരു ഇൻ്റർപ്ലേ ഉള്ളതുകൊണ്ടാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. പൂർണ്ണമായി 100% പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ സ്റ്റെപ്പ് ഇതുവരെ മോഡേൺ മെഡിസിനിൽ റിസർച്ചിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൂചനകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില റിസർച്ചിൽ കാണുന്നത് ഒരു ഹൈ ഗ്ലൂട്ടൻ ഡയറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗ്ലൂട്ടൻ കൂടുതലുള്ള ഒരു ഡയറ്റ് പ്രഗ്നൻസിയിൽ എടുക്കുമ്പോൾ അത് ഒരു പരിധി വരെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കൊച്ചിൽ വരുന്ന സാഹചര്യം കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പല പഠനങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഗ്ലൂട്ടൻ ഒരുപാടുള്ള ഡയറ്റ് പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ഒരു ഇൻസിഡൻസും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ രണ്ടാമത്, പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, അതുപോലെ എന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഒത്തിരി വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും കുട്ടിക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് വരാനായിട്ട് ഉള്ളൊരു അസോസിയേഷൻ കൂടുതലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസത്തിൽ അമിതമായി വെയിറ്റ് ഗെയിൻ വരുന്നത് തടയാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമത്, സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അവർക്ക് വരുന്ന ചില ഇൻഫെക്ഷൻസ്, റിക്കറൻ്റ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് എൻഡ്രോ വൈറസിൻ്റെ ഇൻഫെക്ഷനൊക്കെ കൂടുതൽ ഈ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്യുകയും അത് ഈ കുട്ടിക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഇമ്മ്യൂണിറ്റിയുടെ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആവുക. അനാവശ്യമായിട്ടുള്ള ഈ വൈറൽ ഇൻഫെക്ഷൻസ് വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്യാതറിങ്സ് ഒക്കെ കുറച്ചൊന്ന് കെയർഫുൾ ആവുന്നത് നല്ലതായിരിക്കും. നാലാമത്, വൈറ്റമിൻ ഡി പ്രഗ്നൻസിയിൽ എടുക്കുന്നതും വൈറ്റമിൻ ഡി ഫുഡിലൂടെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുന്നതും ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിൽ വരുന്നത് തടയാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പല പഠനങ്ങളിലും കാണിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് യൂസ്ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി 2, കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നത് പലപ്പോഴും വളരെ നല്ലതാണ്. അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് അവോയ്ഡ് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരം ഉള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിനെ ട്രിഗർ ചെയ്യാനും അല്ലെങ്കിൽ കൗസ് മിൽക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഇതിനെ ട്രിഗർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് എപ്പോഴും അനുയോജ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്നത് അവർക്കും ചില വൈറൽ ഇൻഫെക്ഷൻസ്, പ്രത്യേക ചില വൈറസസിൻ്റെ കോക്സാക്കി ബി വൈറസ്, അതുപോലെ തന്നെ റോട്ട വൈറസ്, ഇതുപോലെയുള്ള വൈറസസിൻ്റെ ഇൻഫെക്ഷൻസ് പലപ്പോഴും ഈ ടൈപ്പ് 1 ഡയബറ്റീസ്, പ്രത്യേകിച്ച് ഒരു ജനറ്റിക് ലാഞ്ചന അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് എപ്പോഴും നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയില്ല. എന്നിരുന്നാലും റിസർച്ച് നടക്കുന്നുണ്ട്. ഇത്തരം വൈറസസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻസ് എല്ലാം കൊടുത്ത് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരാനായിട്ടുള്ളൊരു സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു കണ്ടുപിടുത്തം, ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്ന കുട്ടികൾക്ക്
അത് ഒറ്റയടിക്ക് വരികയല്ല ചെയ്യുന്നത്. ആദ്യം ആ കുട്ടിക്കുണ്ടാവുന്നത് അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂണിറ്റിക്ക് സജസ്റ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് എല്ലാം പോസിറ്റീവ് ആവും. അത് ഗ്യാഡ് ആൻറ്റിബോഡീസ്, ഐലറ്റ് സെൽ ആൻറ്റിബോഡീസ്, ഇതുപോലെയുള്ള ആൻറ്റിബോഡീസ് ആദ്യം പോസിറ്റീവ് ആയിരിക്കും. കൊച്ചിന് ആ സമയത്ത് ഡയബറ്റീസ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അച്ഛനമ്മയിൽ തന്നെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ആൻറ്റിബോഡീസ് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ ഇമീഡിയറ്റ് ആയിട്ട് ഇതിനൊരു പോസിറ്റിവിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ സ്റ്റേജിൽ ആ ആൻറ്റിബോഡി പോസിറ്റിവിറ്റിയാണ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഈ ആൻറ്റിബോഡി പോസിറ്റിവിറ്റി ഉണ്ടാവും. ഷുഗർ സാധാരണ സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ഗ്ലൂക്കോസ് കൊടുത്തിട്ട്, ഒരു ചലഞ്ച് കൊടുത്തിട്ട് ചെയ്താൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽസ് അമിതമായി കൂടുന്ന പോലെ കാണാൻ പറ്റും. അത് ഡിസ്ഗ്ലൈസീമിയ എന്നതിനെ പറയുന്നത്. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. അതൊരു പ്രീ ക്ലിനിക്കൽ സ്റ്റേജാണ്. ഈ മൂന്നാമത്തെ സ്റ്റേജിലാണ് ആക്ച്വൽ ഡയബറ്റിസ് കൊച്ചിന് വരുന്നത്. ആ സമയത്ത് കൊച്ചിൻ്റെ ഷുഗറൊക്കെ വളരെ കൂടി ഇൻസുലിൻ എടുക്കേണ്ട സാഹചര്യമാണ്. പിന്നെ ആ ജീവിതകാലം ഇൻസുലിൻ എടുക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ ക്ലിനിക്കൽ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഈ സ്റ്റേജ് 2, അല്ലെങ്കിൽ ഈ കൊച്ചിന് ആൻറ്റിബോഡി പോസിറ്റിവിറ്റി ഉണ്ട്, ചെറിയ ഡിസ്ഗ്ലൈസീമിയ ഉണ്ടെങ്കിൽ, പക്ഷേ ഷുഗർ തുടങ്ങിയിട്ടില്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക മരുന്ന് ടെപ്ലിസ്യുമാബ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു കോഴ്സ് എടുത്താൽ ഇത്തരം കൊച്ചുങ്ങൾക്ക് പ്രമേഹത്തിലേക്ക്, ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഒരു 60% കുറയ്ക്കാവുന്നതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 US-ലെ FDA ഈ ടെപ്ലിസ്യുമാബ് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡ്രഗ് വിച്ച് ക്യാൻ ഡിലേ ദി ഓൺസെറ്റ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഈവൻ അഡൽട്സിനും, ചില ആൾക്കാർക്ക് അവർ പ്രായം ചെന്ന് കഴിയുമ്പോഴാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാമെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ലൈസൻസ്ഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ വേൾഡിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആസ്പെക്ട്സിലൂടെ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ചില ഹെൽപ്ഫുൾ ഹിൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കൂടുതൽ റിസർച്ച് അതിനെക്കുറിച്ച് നടക്കുന്നുണ്ട്. 2, കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിനോട് അനുബന്ധിച്ച് തന്നെ മുതിർന്നവരിൽ വരുന്ന ഡയബറ്റീസ് കുട്ടികളിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് കുട്ടികളിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റീസൺസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അത് പലപ്പോഴും നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്. കൊച്ചെപ്പോഴും സ്ക്രീൻ ടൈം വെച്ച് എക്സസൈസ് ഇല്ലാതെ മൊബൈൽ കളിക്കുക, അതുപോലെയുള്ള സ്ക്രീനിൻ്റെ മുമ്പേ ഇരുന്ന് അമിത വണ്ണം വയ്ക്കുന്ന സാഹചര്യം, എക്സസൈസ് ഒട്ടുമില്ല, ആക്ടിവിറ്റി ഇല്ല. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്സിൻ്റെ അകത്ത് അമിതമായ പ്രോസസ്ഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ക്യാൻഡ് ഫുഡ്സ്, ഇതുപോലെയുള്ള ഷുഗറി ഡ്രിങ്ക്സ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൂടുതലായിട്ട് കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന സാഹചര്യം, ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ്, ഇതൊക്കെ കൊണ്ട് പലപ്പോഴും കൊച്ച് അമിതമായി വണ്ണം വയ്ക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ ഒരു മെറ്റബോളിക് ബാലൻസ് ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വണ്ണം വയ്ക്കുന്ന സാഹചര്യം വരികയും അങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസ്, മുതിർന്നവരിൽ വരേണ്ട ഡയബറ്റീസ് കുട്ടികളിൽ തന്നെ കാണുന്ന സാഹചര്യം കാണാറുണ്ട്. 12 വയസ്സുള്ളയും 13 വയസ്സുള്ളയും 15 വയസ്സുള്ള കുട്ടികളൊക്കെ ഒത്തിരി പേര് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇൻസുലിൻ അല്ല, പലപ്പോഴും മരുന്നുകളിലൂടെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വരാതിരിക്കാൻ ശ്രമിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എത്ര നേരത്തെ നമുക്ക് പ്രമേഹം വരുന്നോ അത്രയും മോശമാണ് നമ്മുടെ കോംപ്ലിക്കേഷൻസിൻ്റെ ഇഷ്യൂസ്. കാരണം നേരത്തെ പ്രമേഹം വന്നാൽ കുറച്ച് വളരെ ഏർലി ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പല കോംപ്ലിക്കേഷൻസും, കണ്ണിലെ കോംപ്ലിക്കേഷൻ, വൃക്കേനെ അഫക്റ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ അതിനെ ഷുഗറി ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക, ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക, ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി ശരിക്കും നന്നായിട്ട് കൊച്ചുങ്ങളെ എൻകറേജ് ചെയ്യുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, മൊബൈൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അമിതമായി കൊച്ചുങ്ങളെ ഫുൾ ടൈം എൻഗേജ് ചെയ്യാനായിട്ട് അത് കൊടുക്കുന്ന സാഹചര്യം കുറയ്ക്കുക, കൊച്ചുങ്ങളെ നിർബന്ധിച്ച് തന്നെ ആക്ടിവിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി സ്പോർട്സിലേക്ക് എൻകറേജ് ചെയ്യുക, പ്രോസസ്ഡ് ഫുഡ്സ്, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, അത്തരം കാര്യങ്ങൾ, ജങ്ക് ഫുഡ്സ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുട്ടികൾക്ക് തന്നെ ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. കുട്ടികൾക്ക് എങ്ങനെ ഒരു ഫുഡിൻ്റെ പുറകിലുള്ള ലേബൽ വായിക്കാം, എങ്ങനെ അതിൻ്റെ അകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പസിഷനാണോ, അമിതമായ ഷുഗർ ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. അത് സ്കൂൾസിലും കൊടുക്കണം, നമുക്ക് വീട്ടിലും കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നതും കുട്ടികളിൽ അത് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രമേഹം ബാധിച്ച് അവർ ജീവിതകാലം മരുന്നെടുക്കേണ്ട സാഹചര്യം, അത് ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇത് രണ്ടിലും നമുക്കിത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ചില ഹെൽപ്ഫുൾ ടിപ്സാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചത്.